ഹായ് ഹലോ വെൽക്കം ബാക്ക് മന്ന കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല കറുമുറ കടിച്ച് തിന്നാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ബേക്കറികളിലെ കണ്ണാടി ഭരണിയിലിരിക്കുന്ന മുട്ട ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്, അല്ലെങ്കിൽ കോയിൻ ബിസ്ക്കറ്റ് എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ്. വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രം വെച്ചിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലെ റെസിപ്പിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മന്ന കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്നവരായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ബട്ടർ നന്നായിട്ട് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചതാണ്. 1/2 കപ്പ് പഞ്ചസാര അളന്നെടുത്തിട്ട് അത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ബട്ടറും പഞ്ചസാരയും കൂടി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബട്ടറിൻ്റെയും പഞ്ചസാരയുടെയും മിക്സിലേക്ക് 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 2 ചെറിയ മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മുട്ടയുടെ ഒപ്പം തന്നെ നമുക്ക് ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പൈനാപ്പിളിൻ്റെ ഒക്കെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വാനില എസൻസ് ആണെങ്കിൽ 2 ടീസ്പൂണും പൈനാപ്പിൾ എസൻസ് ആണെങ്കിൽ 1 ടീസ്പൂണും ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ മുട്ടയും വാനില എസൻസും കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ആ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൈദയൊക്കെ ഇവിടെ മിക്സ് ചെയ്തു. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ഡ്രോപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഫുഡ് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കളറും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതേ നമ്മുടെ മുട്ട ബിസ്ക്കറ്റിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ബേക്കിംഗ് ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് ബട്ടറും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി പൈപ്പിംഗ് ബാഗിൻ്റെ എഡ്ജ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇത് ബേക്കായി വരുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് പരന്ന് വരും കേട്ടോ. അതുകൊണ്ട് പൈപ്പിംഗ് ബാഗിൻ്റെ എഡ്ജ് ഒരുപാട് വലുതായിട്ട് കട്ട് ചെയ്യണ്ട. ഞാൻ 175 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ ഒരു സെറ്റ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനിയും ബാക്കി ബാറ്റർ ഉണ്ട്. ഇത് ബേക്ക് ആയതിനു ശേഷം നമുക്ക് അതും കൂടി ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആദ്യത്തെ സെറ്റ് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഓവനിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് തണുത്താണ് കേട്ടോ ഇരിക്കുന്നത്. അത് ചൂടാറി കഴിയുമ്പോഴാണ് ഒന്നും കൂടി നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ബാക്കിയും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മളിവിടെ മുഴുവനും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ബട്ടറൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ബട്ടറിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നന്നായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ഒരു ചെറിയ പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെച്ച് കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അത് നല്ല കറുമുറ കടിച്ച് തിന്നാനായിട്ട്. കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ വലിയവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി മുതൽ ഇതൊന്നും ആരും പൈസ കൊടുത്ത് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒരുപാട് ബിസ്ക്കറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് നിങ്ങൾ റെഡിയാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.